ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്വന്തമായി ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്കും മാർക്കറ്റിംഗ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ. ഓരോ ഫെസ്റ്റിവലിൻ്റെ സമയത്തും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മാത്രമായ ഇവൻറ്റുകൾ സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി വരുന്ന പോസ്റ്ററുകൾ ഒരു ഡിസൈനറുടെ സഹായമില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് സ്വയം നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. പോസ്റ്റർ മൈ വോൾ എന്ന വെബ്സൈറ്റാണ് പോസ്റ്റർ നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. പല സൈസിലുള്ള ഫ്ലയേഴ്സ്, പോസ്റ്റേഴ്സ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റിന് പറ്റിയ ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാം. 2,10,000-ഓളം ടെംപ്ലേറ്റ്സ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായി എനിക്ക് തോന്നിയത് ഷോമി തീം എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് തീമിലുള്ള പോസ്റ്ററാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇവിടെ ഇവൻറ്റ്സ് ഉണ്ട്, ചർച്ച്, സ്മോൾ ബിസിനസ്, പാർട്ടി, റെസ്റ്റോറൻറ്റ്, കൊറോണ വൈറസ്, അങ്ങനെ ഒരുപാട് തീമുകളിലുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒരുപാടെണ്ണം ഇനിയും വരാനുണ്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ. ഈ ഒരു വെബ്സൈറ്റ് ഓരോ തീമും ബേസ് ചെയ്തുകൊണ്ട് 10,000-ന് മുകളിൽ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് സ്മോൾ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒന്ന് നോക്കാം. ഈ ഒരു തീമിൽ മാത്രം 31,690 കൂടുതൽ ടെംപ്ലേറ്റ്സ് മോഡൽ ലഭ്യമാണ്. ഇനിയും ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതിനനുസരിച്ച്. ഇപ്പം ഓണം ഫെസ്റ്റിവൽ അടുത്ത് വന്നിരിക്കുകയാണ്. ഓണം പ്രമാണിച്ച് നിങ്ങളുടെ സ്ഥാപനം നൽകുന്ന ഒരു ഓഫർ അറിയിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഓണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് ഏകദേശം ഇതേപോലെയുള്ള ടെംപ്ലേറ്റ്സ് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ സാധിക്കും. ഇവിടെ കാണുന്ന കസ്റ്റമൈസ് ടെംപ്ലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഈ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റ് കസ്റ്റമൈസ് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള സ്ക്രീനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ എലമെൻറ്റ്സും, ഇവിടെ കാണുന്ന എല്ലാ എലമെൻറ്റ്സും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടെക്സ്റ്റ്, ഷേപ്പ്, ഫോട്ടോ എല്ലാം തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ ഫോട്ടോ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്ത് തുടങ്ങാം. ആദ്യം അതിൻ്റെ പേര് മാറ്റാം. ഈ സ്റ്റോർ നെയിം എന്നുള്ളടത്ത് ഒന്ന് ക്ലാസിക് സിൽക്സ് എന്നൊരു പേര് നൽകി. അങ്ങനെ ഇവിടെ ഒരുപാട് ടൂൾസ് വേണമെങ്കിൽ ഫോണ്ടൊക്കെ മാറ്റാം. ഇതാ ഇങ്ങനെ ഇഷ്ടമുള്ള ഫോണ്ട് തിരഞ്ഞെടുക്കാം. കളർ ക്ലിക്ക് ചെയ്താണെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റും നമുക്ക് തന്നെ കൃത്യമായ ഒരു സ്ഥാനത്ത് ഫിക്സ് ചെയ്യാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അലൈൻമെൻറ്റ് ടൂളും ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ഇവിടെ കാണുന്ന സ്പ്രിംഗ് എന്ന് എഴുതിയിരിക്കുന്നത് മാറ്റിയിട്ട് ഓണം ഫെസ്റ്റ് എന്നാക്കാം. ഇതിന് സ്റ്റോർ നെയിം നമ്മൾ മുൻപ് ചെയ്ത അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. കസ്റ്റമൈസ് ബട്ടണിലേക്ക് വരാം. അതിനുശേഷം എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ചെന്നിട്ട് ഓണം ഫെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓണം ഫെസ്റ്റ്. അപ്പോൾ ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ സൈസ് ഒന്ന് കുറയ്ക്കണം. സൈസ് കുറയ്ക്കാൻ വേണ്ടി സൈസിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 150 ഉണ്ട്. ഒരു 100 കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ സംഭവം ഫിറ്റ് ആയിരിക്കും സ്ക്രീനിൽ. ഓക്കെ, കറക്റ്റാണ്. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ശരിയാക്കി കളയാം. ഇനി ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ചില ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഷേപ്പുകളോ ഒക്കെ കാണാം, അല്ലെങ്കിൽ ഇമേജുകൾ കാണാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഡിലീറ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അത് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത പോസ്റ്ററിന് അനുയോജ്യമല്ലാത്ത എലമെൻറ്റ്സ് നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാ ഓപ്ഷനും ഇതിൽ ലഭ്യമാണ്. ഇതെല്ലാം ആ കസ്റ്റമൈസ് ടൂളിൽ തന്നെ ലഭിക്കുന്നതുമാണ്. ഈ കസ്റ്റമൈസേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇങ്ങനെ ഒരു സ്ക്രീന് വരും. ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇതിൽ ബേസിക് ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ
ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഹൈ ക്വാളിറ്റി ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് പോസ്റ്റ് മൈ വാൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പണം കൊടുത്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി ഇമേജ് വാങ്ങാനും ഇവിടെ സൗകര്യമുണ്ട്. ബേസിക് ഇമേജ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ഇമേജ് എന്നുള്ള രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ബേസിക് ഇമേജ് സെലക്ട് ചെയ്തു, ഇനി ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡിസൈൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഡയറക്റ്റ് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അയക്കാനുള്ള ഓപ്ഷനും ഇവിടെ തയ്യാറാണ്. ഓക്കെ, ഇപ്പോൾ പ്രൊഫഷണൽ രീതിയിലുള്ള പോസ്റ്റേഴ്സ് നിർമ്മിക്കുക എന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഭാരിച്ച തുക നൽകി ഡിസൈനേഴ്സിനെ ഇതിനുവേണ്ടി ആശ്രയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ എളുപ്പം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഈ പോസ്റ്റ് മൈ വാൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിനെ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതുമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക. ഓക്കെ, ബൈ.